പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പാഠം 2 ഹിന്ദി. മലയാളം ആണ് കഴിഞ്ഞ ആദ്യത്തെ 1-ാം പാഠത്തിൽ പറഞ്ഞ് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി മലയാളത്തിൻ്റെ കൂടെ ഹിന്ദി ആയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ഹിന്ദി സംസാരിക്കുന്ന ധാരാളം ഉണ്ടല്ലോ നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ഹിന്ദിക്കാർക്കും മലയാളം നോക്കാം, മലയാളത്തിൽ അങ്ങനെ ഹിന്ദിയും മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കാമെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹിന്ദിയിലെ ആയും മലയാളത്തിലെ ആയും എഴുതാം. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടല്ലോ, ഇതനുസരിച്ചിട്ടാണ് ഞാൻ എഴുതുവാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഹിന്ദിയിലെ ആ എങ്ങനെയാണ് എഴുതുക, ഹിന്ദിയിൽ ആ എന്ന് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഹിന്ദിയിൽ ആ എഴുതി ഇങ്ങനെയാണ് ഹിന്ദിയിൽ ആ എന്ന് എഴുതുക. ഒരിക്കൽ കൂടെ ഹിന്ദിയിൽ ആ എന്നെഴുതുന്നു. ഹിന്ദി में लेटर आ लिखता ऐसा लिखता हो. हिंदी में आ लेटर आ ऐसा लिखता हो. इसका मलयालम नीचे मैं लिखूँगा. हिंदी में आ इस तरह से सा ऐसा लिखेगा. तो आ മലയാളത്തിൽ ഹിന്ദിയിൽ മലയാളം എഴുതി, ഹിന്ദിയിൽ ആ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി മലയാളത്തിൽ ആ എന്ന് എഴുതുന്നതാണ്. ഹിന്ദി में आ तो ऊपर लिखा है, मलयालम में आ ऐसा लिखूँगा. ऐसा आकर ऐसा 3 लिखने वाला लिख कर ऐसा करेगा. और वो तो आ, तो मलयालम में ऐसा आ लिखूँगा. मलयालम में आ ऐसा लिखूँगा. മലയാളത്തിൽ ആ എന്ന അക്ഷരമാണ് ഞാൻ എഴുതുന്നത്. മലയാളം അറിയാത്ത ആരും ഉണ്ടായിരിക്കില്ല. എന്നാലും മലയാളം ഹിന്ദിക്കാർക്ക് മറ്റേ മലയാളം എഴുതണമെങ്കിൽ ഇങ്ങനെ ആദ്യത്തെ ലെറ്ററായ ആദ്യത്തെ അക്ഷരമായ ആ ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കാണിക്കുന്നു. അതേപോലെ ആ എഴുതുക. വീണ്ടും ഒരിക്കൽ കൂടെ ഹിന്ദിയിൽ ആ എഴുതുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ ഹിന്ദിയിൽ ആ എന്ന് എഴുതുന്നുണ്ട്. ആ എന്നിങ്ങനെ 3 എഴുതി ഇങ്ങോട്ടൊരു വര വരഞ്ഞ് ഇങ്ങോട്ടാക്കിയാൽ ഹിന്ദിയിൽ ആയി. അതേപോലെ തന്നെ വീണ്ടും എഴുതാം. 3 എഴുതി 3 പോലെ എഴുതി ഇങ്ങോട്ടാക്കി ഒരു വര വരച്ച് മേലോട്ട് വന്ന് ഇങ്ങനെ വന്ന് ഇതായാൽ ഹിന്ദിയിൽ ആ എന്ന ലെറ്ററായി. വീണ്ടും ഇങ്ങനെ എഴുതി ഇതേപോലെ ആയാൽ ആ साउंड थोड़ा ख़राब है. आ लिखता है ऐसा आ लिखूँगा. आप लोग का मालूम होगा. मलयालम इसका मलयालम में नीचे लिखूँगा. ഹിന്ദി എഴുതിയതിന് ശേഷം ഹിന്ദി ഇങ്ങനെയാണ് ആ എന്ന് എഴുതേണ്ടത്. ഹിന്ദി ആ എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഹിന്ദി ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇതിൻ്റെ മലയാളം ലെറ്റർ താഴെ ആ എന്ന് എഴുതുന്നതാണ്. മലയാളം ലെറ്റർ താഴെ. അതേപോലെ താല്പര്യമുള്ളവർ ഇത് പഠിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നവർക്കും
നമ്മുടെ കേരളം വിട്ട് തമിഴ്നാടൊക്കെ വിട്ട് അന്യ സംസ്ഥാനത്ത് ഇപ്പോൾ ഒറീസ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹിന്ദി നടക്കും. ഞാനൊക്കെ ഒറീസയിലൊക്കെ കുറച്ച് കാലം ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒറീസ, ആന്ധ്ര വരെ പോകുമെന്നറിയില്ല. ആന്ധ്ര കഴിഞ്ഞാൽ പിന്നെ ഒറീസ കഴിഞ്ഞാൽ ബംഗാൾ, ബീഹാർ, ഇവിടെയെല്ലാം ഹിന്ദി. പിന്നെ അധികം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി തന്നെയാണ് പ്രധാനം. അപ്പോൾ ഹിന്ദിയും മലയാളവും തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എഴുതുന്നത് ഹിന്ദിയിൽ ആ എഴുതി കഴിഞ്ഞു, മലയാളത്തിൽ ആ എന്ന് എഴുതുന്നു. ബോർഡിൻ്റെ തകരാറാണ്. ബോർഡ് ആദ്യം ഞാൻ ഉണ്ടാക്കിയ ബോർഡാണ്. ആ എന്ന് എഴുതുന്നു. ആ എന്നിത് കറക്റ്റായിട്ട് എഴുതണം. ഇതാ ആ. വീണ്ടും ഇവിടെ ഇതിൻ്റെ താഴെ ആ മലയാളത്തിൽ എഴുതുന്നു. ആ എന്ന് എഴുതുന്നു. ഇനി വീണ്ടും ഹിന്ദിയിൽ ആ എന്ന് എഴുതുന്നു. ആ. ആ എഴുതി കഴിഞ്ഞ് ആ എഴുതി ഇന്നത്തെ ഇത്രയും നിങ്ങൾ എഴുതി പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു പ്രാവശ്യം എഴുതിയാൽ പോരാ. എത്രയോ ആദ്യമായി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു 50 പ്രാവശ്യം ചുരുങ്ങിയത് ഓരോരുത്തരുടെ മനസ്സിൽ കയറുന്നത് പോലെ എഴുതി പഠിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഈ പാഠം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഈ പാഠം തുടരണമോ വേണ്ടയോ എന്ന കാര്യം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാനിനി അങ്ങോട്ട് പോകുന്നുള്ളൂ. ആദ്യത്തെ ഇതിനൊരു കമൻറ്റും വന്നില്ല. ലൈക്കോ കമൻറ്റെല്ലാം ചെയ്ത് ശശിധരൻസ് വ്ളോഗ് എന്ന എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറയുന്നതല്ല, അതിൻ്റെ കൂടെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഒരു നല്ലൊരു കാര്യമെന്ന നിലയിൽ ഈ ഭാഷ പഠിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൂടി ഒരു സേവനം കൂടി കണക്കിലെടുത്താണ് ഞാനിത് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ഞാനൊരു വീഡിയോയും കൂടി ഇടും. ഇനി റെസ്പോൺസ് ഒന്നുമില്ല, ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തുന്നതാണ്. ചാനൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നത് മാത്രമല്ല എൻ്റെ ഉദ്ദേശം, ഒരു സേവനം കൂടിയാണ് എൻ്റെ ഉദ്ദേശം. അത് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ശശിധരൻസ് വ്ളോഗിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ശശിധരൻസ് വ്ളോഗിനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.